ഹായ് ഗൈസ്, ഈ പുഴയും കടന്ന് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാജേശ്വരി പറഞ്ഞയച്ച 3-4 ആണുങ്ങൾ മഹാനദി ഹോം സ്റ്റേയിലേക്ക് വരുന്നു. അഡ്വാൻസ് വാങ്ങി അവർക്ക് റൂം റെഡിയാക്കി കൊടുക്കുന്നുണ്ട് യമുന. അന്നേരം അവർ റൂമിൽ കയറി പരസ്പരം പറയുന്നത് ഒന്നുകിൽ മണുക്കൂസുകളായിരിക്കും ആ അമ്മയും മക്കളും, അല്ലെങ്കിൽ മലമൂട്ടിൽ മലങ്കാറ്റേറ്റ് വളർന്ന കഴുതകൾക്ക് പുറം ലോകത്തെക്കുറിച്ച് അറിവൊന്നും ഉണ്ടാകില്ലല്ലോ, അല്ലെങ്കിൽ നമ്മളൊക്കെ വിറ്റുതിന്ന കാശ തള്ളയുടെയും മക്കളുടെയും കയ്യിലുണ്ടാവും. ഒന്നൊന്നായി പൊക്കി നമ്മുടെ ആശ തീർത്തിട്ടേ നമ്മൾ ഈ മലമുകളിൽ നിന്ന് ഇറങ്ങാവൂ എന്ന് പറയുന്നുണ്ട്. പിന്നീട് മേരിയമ്മ ഒരു തേങ്ങയും ചോദിച്ച് ശാരദയുടെ അടുക്കൽ വരുന്നുണ്ട്. മേരിയമ്മ വരുന്നത് മാത്രമല്ല, ഒരു നിമിഷം കൊണ്ട് എല്ലാവരുടെയും മനസ്സു മാറ്റാൻ കഴിവുള്ള തള്ളയാണത്. ശാരദയോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കണ്ട് ഗംഗ കാവേരിയോട് പറയുന്നത്, ഒരു തേങ്ങാമുറിയും ചോദിച്ചു വന്നിട്ട് ഒരു വീട് മുഴുവൻ വിഷം കലക്കിക്കൊണ്ടിരിക്കുക തള്ള, വേഗം അതിനെ പറഞ്ഞു വിടാൻ നോക്ക് എന്ന്. ശാരദയുടെ കയ്യിൽ നിന്ന് തേങ്ങയും സാധനങ്ങളും വാങ്ങി അവിടെ നിന്നും പോകുന്ന പോക്കിൽ ആണുങ്ങളോട് മിണ്ടിയും പറഞ്ഞും നേരെ സുജാതയുടെ വീട്ടിലെത്തി. സുജാതയോട് കുറച്ച് എരിവും പുളിയും ചേർത്ത് പറയുന്നത്, കൊച്ചു ചെറുക്കന്മാരെ കാണുമ്പോഴേ ആ പെണ്ണുങ്ങളുടെ ഒരു കളിയും ചിരിയും ഇളക്കവും ഒക്കെ ഒന്ന് കാണണം. പെൺപിള്ളേരും മിടുക്കികളാ, അവര് വിചാരിച്ചാ നാളെ ഈ പുഷ്പവാടി മുഴുവൻ വിലയ്ക്ക് വാങ്ങാൻ പറ്റും എന്ന് പറഞ്ഞപ്പോ കുറച്ചുകൂടി ചോറും കറികളും വിളമ്പി കൊടുക്കുന്നുണ്ട് സുജാത. ഇത് കേട്ടുകൊണ്ട് വന്ന വിനീത് ഇതൊന്നും സഹിക്കുന്നില്ല. ദേഷ്യത്തോടെ മുണ്ടു മുറുക്കി കുത്തി ചോദിച്ചിട്ട് തന്നെ കാര്യമെന്ന് വിചാരിച്ച് ശാരദയുടെ അടുക്കലേക്ക് വരുന്നു. സുജാത പേടിച്ച് പിറകെ വരുന്നുണ്ട്. ഇനി എന്താകുമെന്ന് കണ്ടു തന്നെ അറിയാം. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.